വരാനിരിക്കുന്ന ഡിസംബർ 26-ന് ആയിരങ്ങളെ സാക്ഷി നിർത്തി ഒന്നാകേണ്ടിയിരുന്ന ആ പുതുജോഡി അവർ ഇന്ന് ഈ ഭൂമിയിലില്ല. നാടിനെയും ഇരു കുടുംബങ്ങളെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി പ്രതിശ്രുത വധുവും വരനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കി. കാസർഗോഡ് പൂച്ചക്കാട് കിഴക്കേക്കരയിലെ ഗ്യാസ് ഏജൻസി ഉടമ തയ്യിൽ വീട്ടിൽ കെ ചന്ദ്രന്റെയും റീനയുടെയും മകളും കർണാടകയിലെ മൈസൂരുള്ള ഹുൻസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് ജീവനക്കാരിയുമായ പി അനുശ്രീ 25 വയസ്സ്, പ്രതിശ്രുത വരനും കണ്ണൂർ ഇരിട്ടി വിളമന അമ്പലത്തട്ട് സ്വദേശിയുമായ വി അമൽ 27 വയസ്സ് എന്നിവരാണ് ജീവിതം അവസാനിപ്പിച്ചത്. രണ്ട് വ്യത്യസ്ത ഇടങ്ങളിൽ വെച്ച് തികച്ചും അപ്രതീക്ഷിതമായി നടന്ന ഈ ദുരന്ത വാർത്തയുടെ ആഘാതത്തിൽ നിന്ന് ബന്ധുക്കളും സഹപ്രവർത്തകരും ഇതുവരെ മുക്തമായിട്ടില്ല. ഇന്നലെ രാത്രിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഹുൻസൂരിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ച് അനുശ്രീ പ്രതിശ്രുത വരനായ അമലിനെ വീഡിയോ കോൾ വിളിച്ച ശേഷമാണ് തൂങ്ങി മരിച്ചത്. ബാങ്ക് ജീവനക്കാരായ ഇരുവരും തമ്മിൽ ഏറെ നാളത്തെ സൗഹൃദമായിരുന്നു. തുടർന്ന് ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഡിസംബർ 26-ന് വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചുറപ്പിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും തമ്മിൽ എന്തോ വിഷയത്തെ ചൊല്ലി കടുത്ത വാക്കുതർക്കമുണ്ടായതായി സൂചനയുണ്ട്. ഈ തർക്കത്തിന് പിന്നാലെയാകാം വൈകാരികമായ തീരുമാനത്തിലേക്ക് അനുശ്രീ എത്തിയത് എന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. അനുശ്രീയുടെ മരണവിവരം അറിഞ്ഞ് കൊച്ചി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടൽ മുറിയിൽ അമലും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്ന അമൽ ഹോട്ടലിൽ മുറിയെടുത്ത ശേഷമാണ് ജീവനൊടുക്കിയത്. പ്രിയപ്പെട്ട അനുശ്രീയുടെ വേർപാടിൽ ആകെ തകർന്നു പോയ അമൽ ആ വേദന താങ്ങാനാകാതെയാണ് അതേ വഴി തന്നെ തെരഞ്ഞെടുത്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരം അറിഞ്ഞതിനെ തുടർന്ന് അമലിന്റെ ബന്ധുക്കൾ എറണാകുളത്തേക്ക് തിരിച്ചു. കർണാടക ഹുൻസൂരിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അനുശ്രീയുടെ മൃതദേഹം വൈകിട്ടോടെ പൂച്ചക്കാട്ടെ തറവാട്ട് വീട്ടിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തു. കാസർഗോഡ് കാട്ടാമ്പള്ളി സ്വദേശി കൂടിയായ അനുശ്രീയുടെ അപ്രതീക്ഷിത വേർപാട് ജന്മനാട്ടിലും വലിയ രീതിയിലുള്ള സങ്കടത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. അനുശ്രീയുടെ സഹോദരിയുടെ പേര് പി ശ്രീലക്ഷ്മി എന്നാണ്. ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആർഭാടമായി നടത്താൻ തീരുമാനിച്ചൊരു വിവാഹത്തിന് മുന്നോടിയായി ഉണ്ടായി കടുത്ത തീരുമാനം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആരുടെ കയ്യിലുമില്ല. സംഭവത്തിൽ ഹുൻസൂർ പോലീസും എറണാകുളം നോർത്ത് പോലീസും കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ഫോൺ രേഖകളും മറ്റ് വിവരങ്ങളും വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ആത്മഹത്യയിലേക്ക് നയിച്ച കൃത്യമായ കാരണങ്ങൾ പുറത്തുവരികയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസവും കൈനിറയ ശമ്പളവും ജോലിയും ഒക്കെ ഉണ്ടായിട്ടും ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ തന്നെ വാക്കുതർക്കങ്ങളുടെയും വൈകാരിക പ്രതിസന്ധികളുടെയും പേരിൽ ജീവിതം ഒടുക്കേണ്ടി വന്ന യുവതി യുവാക്കളുടെ ദാരുണാന്ത്യം കേട്ടറിഞ്ഞ ഏവരെയും വലിയൊരു വിങ്ങലായി വേട്ടയാടുകയാണ്. പരസ്പരം താങ്ങും തണഞ്ഞുമാകേണ്ട ജീവിത ബന്ധങ്ങൾ വൈകാരികമായ നിമിഷങ്ങളെ തീരുമാനങ്ങൾ കൊണ്ട് തകർന്നടിയുന്നതിന്റെ ദാരുണമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് അനുശ്രീയുടെയും അമലിന്റെയും വേർപാട്. ഉന്നത വിദ്യാഭ്യാസവും കൈനിറയ ശമ്പളവും ജോലിയും സുരക്ഷിതമായ ഭാവി ജീവിതവും ഒക്കെ മുന്നിലുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ വാക്കുതർക്കത്തിന്റെ മാനസിക സമ്മർദ്ദത്തിന്റെ പേരിൽ മാത്രമാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്ന് സംസാരിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.